ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 97, മികച്ചത് വരാനിരിക്കുന്നു. ഞാൻ ജോസഫ് മറ്റപ്പള്ളി. ഒരു ഭാരതീയൻ്റെ ശരാശരി ആയുസ്സിൽ നല്ല വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 2 വർഷം മുമ്പുള്ള സ്ഥിതി വിവരക്കണക്ക് പ്രകാരം ഇന്ത്യയിലത് 70 അടുത്തും അമേരിക്കയിലത് 80 അടുത്തുമാണ്. അമേരിക്കയിലെയും ഇന്ത്യയിലെയും സംസ്കാരങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു ശരാശരി അമേരിക്കൻ വയസ്സൻ 90 കഴിഞ്ഞാലും വണ്ടിയും ഓടിച്ചു നടന്ന് അയാളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തും. സഹായിക്കാൻ ആരും കാണുകയുമില്ല. മക്കളാരെയും ഒരു കാരണവരും തേടുകയുമില്ല. ഇന്ത്യയിൽ പ്രായമായാൽ മിക്കവർക്കും ഉവ്വാവുകളായി ശ്രദ്ധിക്കാൻ എല്ലാ മക്കളും അടുത്തു കാണണം താനും. ഇനി അഥവാ ബ്രഹ്മചര്യവും ഗൃഹസ്ഥവും വാനപ്രസ്ഥവും കഴിഞ്ഞുള്ള സന്യാസത്തിൽ ആരെങ്കിലും കുടുങ്ങിയെങ്കിൽ ജീവിതം ഒറ്റയ്ക്കായിരിക്കും. അവിടെ ലക്ഷ്യവും മാർഗവും മാറിയിരിക്കും. ഭാരതീയ ഉവ്വാവുവർദ്ധരിൽ കൃഷിക്കാരും ശാസ്ത്രജ്ഞന്മാരും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ കാണും. റിട്ടയർ ചെയ്താൽ പിന്നെ വിശ്രമ ജീവിതമെന്നും വിശ്രമം എന്നാൽ അധ്വാനരഹിതമായിരിക്കണമെന്നും ഒക്കെയുള്ള പിടിവാശി തികച്ചും തെറ്റ് തന്നെയാണ്. 2 പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഒരു ലക്ഷ്യവുമില്ലാതിരിക്കുന്നത് കൊണ്ട് ജീവിതം ദുരിതപൂർണമാകുന്നു. 2, അവരുടെ അനുഭവവും അറിവും ഉപയോഗിക്കപ്പെടാതെയും പോകുന്നു. ആ വികല ചിന്തയിൽ നിന്ന് ധാരാളം ആളുകളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയായത് 81-ലാണ്. ക്ലാര ബോട്ടൺ ഇൻ്റർനാഷണൽ റെഡ് ക്രോസിൻ്റെ തലവിയായത് 83-ലാണ്. റോബർട്ട് ഫ്രോസ്റ്റിനെ അറിയില്ലേ? ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ചീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന പ്രസിദ്ധ കവിത എഴുതിയ ആൾ. വലിയ കവിതകളെല്ലാം അദ്ദേഹം എഴുതിയത് 80കളിലാണ്. ഒലിവർ വെൻഡൽ ഹോം അമേരിക്കയിൽ ചീഫ് ജസ്റ്റിസായി ജോലി നോക്കിയത് 90 വയസ്സുള്ളപ്പോഴായിരുന്നു. ഈ ലിസ്റ്റ് ഒത്തിരി നീളും. ഇവരൊക്കെ എന്ത്? 2018 4ാം ക്ലാസ് പരീക്ഷ എഴുതി പാസ്സായ 96-കാരിയായ കാർത്യാനിയമ്മ ആലപ്പുഴ സ്വദേശിനിയായിരുന്നു. ആനി ജോൺസൺ ഫ്ലിൻറ്റ് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ആകാശം നീലയായി തന്നെ നിർത്താമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ ദിവസങ്ങളിലും ഓരോരുത്തർക്കും വേണ്ട ശക്തി ദൈവം കൊടുക്കുന്നു. ഒരിക്കലൊരു കപ്പൽ ശക്തമായ കാറ്റിൽപ്പെട്ടു. മുങ്ങുമെന്നുറപ്പായെന്ന് പറയാം. യാത്രക്കാർ തലങ്ങും വിലങ്ങും ഓടുന്നു. കപ്പിത്താൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടൊരു കാര്യം പറഞ്ഞു. നമുക്ക് അപകടത്തിൽപ്പെടാതിരിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു തീരത്ത് തന്നെ കിടക്കുക എന്നത്. ഒന്ന് നിർത്തിയിട്ട് കപ്പിത്താൻ തുടർന്നു. പക്ഷേ കപ്പലുണ്ടാക്കിയിരിക്കുന്നത് കടലിൽ സഞ്ചരിക്കാനാണ്. എത്ര ശരി! അവസാന ശ്വാസം വരെ കർമ്മനിരതരായിരിക്കാനാണ് ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. വളർച്ച തീർന്ന മാമരങ്ങൾ പോലും കർമ്മനിരതമാണ്. കാറ്റോ മഴയോ സൂര്യനോ ചന്ദ്രനോ ആരെങ്കിലും എനിക്ക് വയസ്സായതുകൊണ്ട് ഞാൻ വിശ്രമിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എപ്പോൾ മരിക്കേണ്ടി വന്നാലും പൂർത്തിയാവാത്തൊരു ചിത്രം മുമ്പിലുണ്ടായിരിക്കണം. അതേ ഞാനും പറയുന്നുള്ളൂ. അമേരിക്കയിലെ എക്കാലത്തെയും മികച്ച ഗായകനായിരുന്ന ഫ്രാങ്ക് സിനാട്രയുടെ സഹോദരത്തിൽ എഴുതിയിരിക്കുന്നത് ഏറ്റവും മികച്ചത് വരാനിരിക്കുന്നുവെന്നാണ്. നന്ദി. വീണ്ടും കാണാം.